എല്ലാവർക്കും നമസ്കാരം. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിഷയം ഒളിമ്പസിൻ്റെ പ്രഭാത സത്സംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സുഭാഷിതം. അത് കഴിഞ്ഞ 4 വർഷക്കാലം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഒളിമ്പസിൻ്റെ ഒരു സഹയാത്രികൻ ആയിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് എന്നെ ഇത്തരമൊരു കർത്തവ്യത്തിന് ക്ഷണിച്ചിരിക്കുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ യോഗ്യനാണോ എന്നുള്ള സംശയം എന്നെ അലട്ടുന്നുമുണ്ട്. എന്നാൽ പ്രഭാത സത്സംഗത്തിൽ കുറേയെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം വിനിയോഗിക്കണമെന്നുള്ള ഒരു ബോധ്യത്താലാണ് ഞാൻ ഈ ഉദ്യമത്തിന് തുനിയുന്നത്. അതിനേക്കാൾ ഉപരി നമ്മൾ ഇപ്പോൾ സംഗമിച്ചിരിക്കുന്ന ഈ വേദിയുടെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് ഇത് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി തന്നെ അതിനുള്ള ചെറിയൊരു ശ്രമം നടത്തുകയാണ്. ഈ വേദിയുടെ പ്രത്യേകത മഹാനായ എഴുത്തുകാരൻ, ഇതിഹാസകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ ഒ വിജയൻ്റെ തട്ടകം എന്ന് വിശേഷിപ്പിക്കുന്ന ഞാറ്റുപുര ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഒ വിജയൻ സ്മാരക കേന്ദ്രം. വിജയൻ്റെ എഴുത്തുകളിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കടന്നു പോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പലയിടത്തും പ്രയോഗിച്ചിരിക്കുന്ന ഒന്നാണ് നിയോഗമെന്നുള്ള ഒരവസ്ഥ. നിയോഗത്തിനെ വിജയൻ പാലക്കാടൻ ഭാഷയിലെ നിശോകം എന്നെല്ലാം പറയുന്നുണ്ട്. അത്തരത്തിൽ എന്നിൽ വന്നു ചേർന്ന ഒരു നിയോഗമാണ് ഈ പ്രഭാഷണം എന്ന് കരുതിയാണ് ഞാനിതിനെ സ്വീകരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രഭാത സത്സംഗത്തിൽ രാവിലെ എല്ലാ ദിവസവും 6:30 മുതൽ തുടങ്ങുന്ന പ്രഭാത സത്സംഗത്തിൽ സുഭാഷിതം എന്നുള്ള സെഗ്മെന്റ് ഒരു വിഷയത്തെ ഒളിമ്പസിൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീ സന്തോഷ് ഒളിമ്പസ് അവതരിപ്പിക്കുകയും അതിൽ ശ്രോതാക്കളുടെ നിരൂപണം ആദ്യ സെഗ്മെൻ്റായിട്ട് അനുബന്ധമായിട്ട് വരും. പിന്നീട് അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യവും ഏകപക്ഷീയമായ ഉത്തരമല്ല, ഒരു ജനാധിപത്യ രീതിയിൽ ഡിസ്കഷൻ പോലെ തന്നെ ഒരു തീർപ്പും വരും. സ്വാഗത പ്രസംഗനായിട്ടുള്ള ശ്രീ ദർശൻ പറയുകയുണ്ടായി, ഇത് 5ാം വർഷത്തിലേക്ക് 1460ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ
1457 ഞാൻ വാച്ച് ചെയ്യുകയുണ്ടായി. ഞാൻ ഈ അവസരത്തിൽ തന്നെ അത് പറയുകയുണ്ടാവണം. കുറച്ച് നാളുകളായിട്ട് എനിക്ക് എൻ്റെ പ്രത്യേകമായ ഒരു വിശേഷമായ ഒരു സാഹചര്യത്തിൽ എനിക്ക് പ്രഭാത സത്സംഗത്തിൽ ഞാൻ പങ്കെടുക്കാറില്ല. വീഡിയോകൾ സമയം കിട്ടുമ്പോൾ പിന്നീട് കാണാറുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോവിഡ് സമയത്താണ് ഇത്തരമൊരു ഓൺലൈനിലൂടെയുള്ള ഇത് തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഓൺലൈനിലൂടെയുള്ള റെക്കോർഡ് ചെയ്യപ്പെടുന്ന സുഭാഷിതവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വഴി അത് പബ്ലിക് ഡൊമൈനിലെത്തുകയും ആർക്കും ഏത് സമയവും അതിലൂടെ കടന്നു പോകാൻ സാധിക്കും. ഇപ്പോൾ മലയാളത്തിൽ റീച്ചുകൾ കിട്ടുന്ന കാര്യത്തിൽ ഏതെല്ലാം യൂട്യൂബിനാണ് കൂടുതൽ റീച്ച് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തമ്പനെയിലിൽ ഏതെങ്കിലും ആകർഷകമായിട്ടുള്ള ചില വാക്കുകൾ കൊടുത്തിട്ട് കൂടുതൽ പേരെ ആകർഷിക്കാൻ വേണ്ടി ചില ഗിമിക്സ് നടക്കാറുണ്ട്. ഒരുപക്ഷെ ഒളിമ്പസ് മുന്നോട്ട് വയ്ക്കുന്ന ദർശനത്തിലും ആദർശത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് വളരെ സത്യസന്ധമായ രീതിയിൽ വീഡിയോ തയ്യാറാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നേരത്തെ ദർശൻ സൂചിപ്പിച്ചു, 1560 ടോപ്പിക്കുകളിലുണ്ടായിരുന്ന വിഷയങ്ങൾ അത്രയും ടോപ്പിക്കുകളാണ് കവർ ചെയ്തത്. എന്നെ ഒളിമ്പസ് സ്വാധീനിച്ച രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് തീർക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു തീർത്തും എക്സ്റ്റംബറായിട്ടുള്ളൊരു സ്പീച്ചാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഈ ഒളിമ്പസിൻ്റെ പ്രഭാഷണങ്ങൾക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും, മിക്കവാറും എന്നല്ല 99.99% ശ്രീ സന്തോഷ് ഒളിമ്പസ് തന്നെയാണ് പ്രഭാഷണം നടത്തുന്നത് വിഷയത്തിൽ. വളരെ അപൂർവ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ശ്രീമതി പൊന്നി ഒളിമ്പയും ദേശീയ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ വർഗീസ് മാത്യുവും വന്ന് കണ്ടിട്ടുണ്ട്. 1-2 തവണയെ ഒളിമ്പസിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന, വളരെയധികം ഒളിമ്പസിനോട് അടുത്ത് നിൽക്കുന്ന, പ്രകൃതി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടുള്ള ഡോക്ടർ ഇക്ബാലിൻ്റെയും പ്രഭാഷണങ്ങൾ എനിക്ക് കേൾക്കാനിട വന്നിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ വീഡിയോവും ശ്രീ സന്തോഷിൻ്റെ തന്നെയാണ്. വ്യത്യസ്ത വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പറയുമ്പോഴും ഈ എല്ലാ വീഡിയോയും പരിശോധിക്കുമ്പോൾ അത് അടിസ്ഥാനം പ്രകൃതി ആത്മീയത, ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ആഴപ്രകൃതി ശാസ്ത്രം നമ്മളെ എങ്ങനെ ആണ് ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആഴത്തിലും പരപ്പിലുമുള്ള ഒരു പ്രഭാഷണമാണ്. വ്യത്യസ്ത വിഷയങ്ങൾ എന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സമസ്ത മേഖലകളെയും പ്രകൃതി എങ്ങനെ നോക്കിക്കാണുന്നു, പ്രകൃതിയുടെ വീക്ഷണത്തിൽ എങ്ങനെ ഇതിനെ എല്ലാം സമീപിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്നത് പോലെ ഒരു വിഷയം അന്ന് ഒരു പോസ്റ്റർ രൂപേണ
ഒരു ഹെഡിങ്ങും, ഇംഗ്ലീഷിലുള്ള ഹെഡിങ്ങും അതിൻ്റെ ഒരു ടാഗ് ലൈൻ പോലെയുള്ള ഒരു ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസും കഴിഞ്ഞാൽ ഇൻട്രോ എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അടുത്തത്. പിന്നീട് അതേക്കുറിച്ചുള്ള പ്രഭാഷണവും, പിന്നീട് നിരൂപണവും, പിന്നീട് ചർച്ചകളുമാണ്. അപ്പം എന്നെ കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്തുള്ള ചർച്ചയാണ്. പക്ഷേ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോയുടെ പരിമിതിയിൽ ചട്ടക്കൂടിൽ ഒതുക്കിക്കൊണ്ട് നിർത്തുന്നതിനാൽ ആ നിരൂപണവും ചർച്ചയും ഈ വീഡിയോയിൽ ഉണ്ടാകാറില്ല. പക്ഷെ ഒരുപക്ഷെ അടുത്ത പ്രഭാഷണത്തിലോ മറ്റും ശ്രീ സന്തോഷ് തന്നെ അത് ഉൾക്കൊള്ളിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അദ്ദേഹവും എക്സ്റ്റംബറായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രകൃതി ആത്മീയതയെ ആഴത്തിൽ അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒളിമ്പസിനുമായി അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ കുറച്ച് സഹവാസ ക്യാമ്പുകളിൽ പങ്കെടുത്തിരുന്നു. ഏകദിന പരസ്പരാനന്ദ സംഗമത്തിലും പങ്കെടുത്തിരുന്നു. അതിൽ നിന്നെല്ലാം എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങളുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ 3.5 പതിറ്റാണ്ട് പ്രവർത്തിച്ചുവെങ്കിലും നിരവധി റിപ്പോർട്ടുകൾ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും പ്രകൃതിയെ അടുത്ത് ആഴത്തിൽ അറിഞ്ഞിട്ടുള്ള ഒരു ബോധ്യം വന്നത് നിശ്ചയമായിട്ടും ഒളിമ്പസുമായി അടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഈ വേദിയിൽ സദസ്സിലുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ശ്രീ ഡേവിസ് വളർക്കാവാണ് എനിക്ക് ഒളിമ്പസുമായി സഹകരിക്കാനുള്ള ഒരു വേദി, ഒരു അവസരം ഒരുക്കി തന്നത്. അതും ഇന്ന് അദ്ദേഹവും ഇവിടെ എത്തിയെന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു നിയോഗം എന്നുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നു. വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയാണ് എന്ന് തോന്നിയേക്കാമെങ്കിലും ഇത്തരമൊരു വേദിയിൽ അത് പറയാനുള്ള അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ സദസ്സിൽ എൻ്റെ മകനും പങ്കെടുക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ 15 വർഷം മുമ്പ് ശ്രീ ഡേവിസ് ഏട്ടൻ എന്നെ മകനെയും ഒരു പരിപാടിയിൽ ഞങ്ങൾ 2-3 പേരും പങ്കെടുത്തു. അദ്ദേഹം ഒരുക്കിയ ഒരു പ്രത്യേക സത്സംഗത്തിലായിരുന്നു. ഇത്ര വർഷത്തിനു ഇപ്പുറം ഞങ്ങൾ 3 പേരും വീണ്ടും ഇത്തരമൊരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നു. ഈ യാദൃച്ഛികത, ഇത് ഒളിമ്പസ് മുന്നോട്ട് വയ്ക്കുന്ന ദർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ആ വിഷയം, ഇനമെന്നോ അല്ലെങ്കിൽ ഒരു സംഭവമെന്നോ ഒരു ഘടകമെന്നോ എന്താണ് വിശേഷിപ്പിക്കുന്നത് എനിക്ക് കൃത്യമായി വാക്ക് കിട്ടുന്നില്ല. ഒന്നാണ് അത്, ആ ഒറ്റ വിഷയം തന്നെ നിരവധി സുഭാഷിതങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നേരിട്ട് തന്നെ പറയാം. അതിന് പറയുന്ന വിശേഷണം, പദം പെൻഡാക്കു എന്നാണ്. ഞാൻ ഈ ഒരു സുഭാഷിതത്തിൽ പെൻഡാക്കു എന്നുള്ള വാക്ക് കേട്ടതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഗൂഗിൾ ചെയ്യാണ് ചെയ്തത് ആദ്യം തന്നെ. അപ്പൊ നമ്മളെല്ലാവരും ഗൂഗിൾ ചെയ്യുകയാണ് എന്ത് വിഷയം കിട്ടും. പെൻഡാക്കു ഒരിക്കലും ഗൂഗിളിൽ എനിക്ക് കിട്ടുകയുണ്ടായില്ല. പെൻഡാക്കു എന്നുള്ളത് ഇതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോസ്റ്ററിലെ
ഇൻട്രോ ആയിട്ട് കൊടുത്തിരുന്നത് നേരത്തെ അറിയിച്ച് നടക്കുന്ന, അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു സ്ഥലത്തെത്തും എന്നുള്ളത് നേരത്തെ അറിയിപ്പുണ്ടാവും, നമ്മൾ കാത്തിരുന്ന് കാണുകയും ചെയ്യുന്നത് പിന്നെ ഉപരിയായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ താല്പര്യപ്പെടുന്നൊരു കാര്യം അറിയാതെ തികച്ചും യാദൃശ്ചികമായിട്ട് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ഒന്നിനെയാണ് പെൻഡാക്കു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ അടുത്ത ദിവസമുള്ള സുഭാഷിതവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പെൻഡാക്കുവിനെ ഞാൻ തിരഞ്ഞിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണത് ഒളിമ്പസിന്റെ സംഭാവനയാണ് ആ വാക്ക്. എൻ്റെ ജീവിതത്തിൽ ശ്രീ ഒ വി വിജയന്റെ കൃതികളിലെല്ലാം ഇത്തരത്തിലുള്ള യാദൃശ്ചികതകളെ കുറിച്ചുള്ള നിരവധി സന്ദർഭങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൻഡാക്കു എന്താണെന്ന് ഞാൻ അറിയുകയും ഒരു പോസ്റ്റ് ഇടാൻ നേരത്ത് സന്തോഷ് ഒളിമ്പസിനെ നേരിട്ട് വിളിക്കുകയും പെൻഡാക്കുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോകൾ ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പം വളരെ തിരക്കുണ്ടെങ്കിൽ അദ്ദേഹം 1-2 വീഡിയോ എനിക്ക് അയച്ചു തരികയുണ്ടായി. അത് വളരെ, നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബസ്സിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരിക്കുന്ന ഒരാൾ നമ്മുടെ സുഹൃത്താണ്. നമുക്കൊന്ന് ഇപ്പം വേണമെങ്കിൽ മൊബൈലിൽ വിളിക്കും. അദ്ദേഹം നമ്മളെ അതേസമയം തിരിഞ്ഞു നോക്കി നമ്മൾ കാണുകയും ചെയ്യുന്നു. അത് യാദൃശ്ചികത, ഒരു ആകസ്മികതയൊന്നും അല്ല. അതിൽ ഒരു പ്രകൃതിയുടെ ഒരു ഇടപെടലുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒളിമ്പസ് അത് നമ്മളെ കാണിച്ചു തരികയാണ്. ഇത് 3 പേരായാൽ കുറച്ചുകൂടി അത്ഭുതങ്ങളുണ്ട്. ഞാൻ വിജയന്റെ തന്നെ ഒരു എഴുത്തിൽ ഞാനിത് വായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. 3 പേര് റെസ്റ്റോറൻറ്റിൽ അവർ 3 സ്ഥലത്തു നിന്ന് വന്നിട്ട് യോജിക്കുന്നു. 2 പേരാണെങ്കിൽ അതിനുള്ള നമ്മളെ മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. 3 പേരുമ്പോൾ അതിനുള്ള സാധ്യതകൾ കുറവാണ്. അത്തരത്തിൽ ഞാനിപ്പം ഡേവിസ് ചേട്ടനും എൻ്റെ മകൻ ഗൗതമനും ഞാനും ഒരേ സമയത്ത്, എന്നുവെച്ചാൽ കണ്ടുമുട്ടണമെന്നില്ല, മകൻ ഇവിടെ അല്ല, വന്നു. അതിലൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ നമ്മൾ സുഹൃത്തുക്കൾ കാണാവാം, ഒരു സംഭവത്തിൻ്റെ ആവർത്തനമാവാം, നിരവധി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രകൃതിയുടെ ഒരു ഇടപെടലുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ തിരക്കേറിയ ലോകത്ത് എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ എല്ലാം നിശ്ചയിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു വാചകം നമ്മൾ പറഞ്ഞു കൊടുത്താൽ ChatGPT-യോ മെറ്റയോ ജെമിനിയോ ഇവരെല്ലാം ആര് വേണമെങ്കിലും അവർക്ക് കിട്ടിയ വിവരങ്ങൾ നമുക്ക് സമ്മാനിക്കും. ആ സമയത്ത് നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന ദർശനങ്ങളെ, ആഴത്തിലുള്ള ദർശനങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഗൗരവമായി സമീപിക്കുന്ന ഒരു ഒന്നാണ് ഒളിമ്പസിന്റെ പ്രഭാത സത്സംഗത്തിലെ സുഭാഷിതം എന്ന പരിപാടി. ആ പരിപാടിയെക്കുറിച്ച് ചെറിയ ഒരു ഔട്ട്ലൈൻ തരാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ഒളിമ്പസ് നടത്തുന്ന ചില കോഴ്സുകളുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ ശുഭദാമ്പത്യം, ലളിതാരോഗ്യം, അതുപോലെയുള്ള ചില കോഴ്സുകളുമായി ബന്ധപ്പെട്ടായിരിക്കും ചില ദിവസങ്ങളിലെ സുഭാഷിതങ്ങൾ കടന്നു വരിക. ആ വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി 96 തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു പരമ്പര ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ചില ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചിലപ്പോൾ വരും. ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറിയുള്ള ടോപ്പിക്കുകളും വരും. പക്ഷെ എല്ലാത്തിനെയും തമ്മിൽ കോർത്തിണക്കുന്ന ഒന്നുണ്ട്. അത് പ്രകൃതിയും പ്രകൃതി ആത്മീയതയും തന്നെയാണ്. എനിക്ക് ഈ സംഭാഷണം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത്. നേരത്തെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, റീച്ച് കിട്ടാൻ വേണ്ടി തമ്പനെയിലിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന വാക്കുകൾ എഴുതി ചേർക്കുന്ന രീതി ഒളിമ്പസ്
അല്ലെങ്കിൽ ശ്രീ സന്തോഷോ പിന്തുടരുന്നില്ല. പക്ഷേ യൂട്യൂബ് പോലെയുള്ള പബ്ലിക് ഡൊമൈനിൽ എന്നും കിടക്കുന്ന ഈ വിവരങ്ങൾ പിൽക്കാലത്ത് ഈ പൊതുമണ്ഡലത്തിൽ ആർക്കും സ്വീകരിക്കാവുന്ന ഒന്നായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തെല്ലും സംശയമില്ല. ഞാൻ ഒരു കാര്യവും കൂടെ ഈ തരുണത്തിൽ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് സംസാരത്തിൻ്റെ ഇടയിൽ വന്നതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പാടൂർ ഇക്കോ വില്ലേജിൽ നടന്ന ഒരു സഹവാസത്തിൽ പങ്കെടുക്കാൻ ഒരു വൈദിക ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി വന്നിരുന്നു. അദ്ദേഹം 20 വർഷം മുമ്പ് ഒളിമ്പസിൻ്റെ ദർശനങ്ങൾ ഫോളോ ചെയ്തിരുന്നതാണ്. ഈ വിവരസാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിക്കുന്നതിന് മുമ്പ് അന്ന് ഒളിമ്പസിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിലൂടെ അദ്ദേഹം കണ്ടെത്തി ബോംബെയിലെ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് PhD അതിൻ്റെ ഫോർവേഡിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒളിമ്പസിനോട് നന്ദി പറയുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചത് പാടൂർ ഒരു സഹവാസത്തിൽ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ അദ്ദേഹം അത് ഓർമ്മിച്ചത് ഞാനും കൂടെ കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതെൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് കടന്നു വന്നു. അതുപോലെ അതൊരു ഗവേഷണ ബിരുദത്തിന് ഉള്ള ഇൻപുട്ടുകൾ ആണ് ഒളിമ്പസ് നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. ലോകം ഒരു ആഗോള ഗ്രാമമായി ചുരുങ്ങുകയും എല്ലാ വിവരങ്ങളും നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ പേരിലേക്ക് ഒളിമ്പസ് ദർശനങ്ങൾ എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് ലോകം സ്വീകരിക്കുന്നതിൽ വളരെയധികം എന്തോ ഒരു റിസർവേഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതെന്തുകൊണ്ടാണ്, അതും പ്രകൃതിയുടെ ഇപ്പോൾ അതിനുള്ള പാകപ്പെടലായിട്ടില്ലയോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് വേണമായിരിക്കും ആ ദർശനങ്ങളെ ലോകം ഉൾക്കൊള്ളാൻ എന്ന് ഞാൻ കരുതി പോകുന്നു. എന്തു തന്നെയായാലും ഈ ഇത്തരമൊരു മഹത്തായ ചടങ്ങിൽ, പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ചടങ്ങിൽ ഒരു വിഷയത്തിലെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് പറയാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചത് മഹാപുണ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അതിന് അവസരമൊരുക്കിയ ഒളിമ്പസിനോടും അതിൻ്റെ സാരഥികളോടും സർവോപരി പ്രകൃതിയോടും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.